വെടിനിർത്തൽ കരാറുകളെയെല്ലാം കാറ്റിൽ പറത്തി അമേരിക്ക ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ഉൾപ്പെടെ അമേരിക്കൻ സൈന്യം ലക്ഷ്യമിടുന്നുണ്ട്. അതിനിടെയാണ് ഇറാനിലെ ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം കൂടിയെത്തുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയേക്കാൾ വലിയൊരു ആക്രമണത്തിന് US സൈന്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അന്തിമ ഉത്തരവ് നൽകുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കൂടുതൽ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് പശ്ചിമേഷ്യ. മേഖലയിലുടനീളം യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് പ്രധാന സമുദ്ര ഗതാഗത പാതകളായ ഹോർമൂസിലും ചെങ്കടലിലെ ബാബൽ മന്ദബിലും സ്ഥിതിഗതികൾ ദിനം പ്രതി വഷളാവുകയാണ്. ആഗോള എണ്ണവില ബാരലിന് $100 കടന്ന് കുതിച്ചുയരുകയാണ്. അതിനിടയിലാണ് ട്രംപിന്റെ പുതിയ ഭീഷണി കൂടി ഉണ്ടാകുന്നത്. ഇറാനിൽ വലിയൊരു ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. ആക്സിയോസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ ഈ മുന്നറിയിപ്പ്. സൈനിക നീക്കം നടത്താൻ US സൈന്യം സജ്ജമായി കഴിഞ്ഞു എന്ന് വാദിക്കുന്ന അദ്ദേഹം അന്തിമ തീരുമാനം മാത്രമാണ് ബാക്കിയുള്ളത് എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കാൻ തന്നെ കാരണമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയേക്കാൾ വലിയൊരു ആക്രമണത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അങ്ങനെയൊന്നുണ്ടായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അമേരിക്ക തയ്യാറാണെന്നും തറപ്പിച്ച് പറയുന്നുണ്ട് ട്രംപ്. മാത്രമല്ല, അമേരിക്ക ആവശ്യപ്പെട്ടാൽ 2 മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ കൂടി സൈനിക നീക്കത്തിൽ പങ്കുചേരുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തി വിമതർ ചെങ്കടലിലെ 2 സൗദി എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രസ്താവനകൾ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇനിയുള്ള ഹൂത്തി ആക്രമണങ്ങളെ ഇറാൻ നടത്തുന്ന ആക്രമണമായി തന്നെ കണക്കാക്കുമെന്നാണ് ട്രംപിന്റെ നിലവിലെ മുന്നറിയിപ്പ്. അതേസമയം ഇറാൻ ആകട്ടെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കണ്ണിന് കണ്ണി എന്നതാണ് തങ്ങളുടെ നയം എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഏതായാലും പുതിയ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലാക്കുകയാണ്. ഒരു ഭാഗത്ത് മയമില്ലാതെ തുടരുന്ന ആക്രമണങ്ങൾ, അതിന്റെ വില നൽകുന്നതാകട്ടെ മറ്റു രാജ്യങ്ങളും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കടലിടുക്കുകൾ കൂടി സംഘർഷഭരിതമായതോടെ എണ്ണവില കുതിച്ചുയരുകയാണ്. UN സുരക്ഷാ കൗൺസിലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് സങ്കല്പിക്കാനാകാത്ത നിലയിലേക്കാണ് പശ്ചിമേഷ്യയെ തള്ളിവിട്ടിരിക്കുന്നത് എന്നാണ്. വലിയൊരു പ്രതിസന്ധിയെ മുന്നിൽ കാണുന്ന ലോകരാജ്യങ്ങൾ അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇറാനിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ബ്രിട്ടൻ താൽക്കാലികമായി പിൻവലിച്ചു. ചെങ്കടലിൽ നിന്ന് 2 നാവിക കപ്പലുകൾ പിൻവലിക്കാൻ ജർമ്മനി നടപടി തുടങ്ങി. സുരക്ഷാ സ്ഥിതി കൂടുതൽ വഷളായാൽ വാണിജ്യ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മേഖലയിലെ അമേരിക്കൻ പൗരന്മാർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതികാര നടപടികളുടെ ഭയം വർദ്ധിച്ചു വരുന്നതിനാൽ ഇസ്രായേലിലെ നഗരങ്ങളിൽ ബോംബ് ഷെൽട്ടറുകൾ വീണ്ടും തുറന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്ന ഇറാനും പല മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ട്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹൂത്തികളെ സഹായിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. അതിനായി IRGC ഉദ്യോഗസ്ഥരെയും ഡ്രോൺ ഘടകങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങളും ഇറാൻ യമനിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് ചെങ്കടലിലെ ഹൂത്തികളുടെ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കാനാണെന്നാണ് റിപ്പോർട്ട് വാദിക്കുന്നത്. ഇരുവിഭാഗവും ഒരു യുദ്ധത്തെ മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പശ്ചിമേഷ്യയുടെ ഭാവി എന്ത് എന്നതാണ്. മറ്റൊരു വലിയ സംഘർഷത്തിനാകുമോ ഈ സുപ്രധാന മേഖല സാക്ഷിയാകുക, അതോ നയതന്ത്ര നീക്കങ്ങൾ ഫലം കാണുമോ എന്ന് കാത്തിരുന്നു കാണാം.